ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ദീപാവലി റെസിപ്പിയിൽ ഇന്നത്തെ സ്വീറ്റ് പാൽ ഗോവയാണ്. അപ്പോൾ ഇതിന് പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേണമെങ്കിൽ മാത്രം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് ഞാനെടുത്തത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. നിങ്ങൾക്ക് ഏത് പാൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ പാൽ നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറുതീയിൽ വെച്ചിട്ട് വേണം. പാൽ തിളച്ച ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല കട്ടിയുള്ള പാത്രം വേണം ഇതിനെടുക്കാനായിട്ട്. അപ്പോൾ പാൽ നല്ലപോലെ കുറുകി വരണം. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പാൽ ഇതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കും. അതൊക്കെ ഇതുപോലെ ചുരണ്ടി ഇട്ടിട്ട് നമ്മളതിൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ ഇതിപ്പോൾ 1/4 ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു 80 ml കപ്പിൽ ഉള്ള 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അതായത് ചെറിയ 2 തവിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഓരോ പാലിനനുസരിച്ച് അതിൽ ഗോവയുടെ അളവ് വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്, കൂടുതലോ കുറവോ ആയിട്ട്. അപ്പോൾ ഇതിന് വീണ്ടും നല്ലപോലെ കട്ടിയായി വരണം. ഒരുപാട് കട്ടിയാവുന്നവരെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിയായി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സ്പൂൺ കൊണ്ട് ഇട്ട് നോക്കുമ്പോൾ അതിൽ നിന്നും താഴെ വീഴുന്ന പരുവം ഒട്ടാതെ. അപ്പോൾ അങ്ങനെ ആയി വരുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ കുറച്ച് കൂടുതൽ സമയം ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ ഒക്കെ ആവും നമുക്കിത് പാലൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരുപാട് കട്ടിയായി. ഇനി കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവാനുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സാധാരണയായിട്ട് പാൽഗോവ ഉണ്ടാക്കുമ്പോൾ ഏലക്ക ചേർക്കാറൊന്നുമില്ല. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കട്ടിയായി കഴിഞ്ഞു. ഇനി നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് 1 നുള്ള് ചേർത്തിട്ടുള്ളൂ ഞാൻ. അപ്പോൾ നല്ല സ്വാദുള്ള പാൽഗോവ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.